കള്ളക്കടൽ ഇപ്പോൾ കേരളത്തിലും. ശക്തമായ കടലും ശക്തമായ കൊടുങ്കാറ്റുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ വിരളമായിരുന്നു. അതേസമയം പണ്ട് മുതൽക്ക് തന്നെ ഭൂമിയുടെ മറുവശത്ത് അമേരിക്കൻ തീരദേശങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റും മഴയും അതുമൂലമുള്ള നാശനഷ്ടങ്ങളും ഒരു വർഷത്തിൽ 5-6 എണ്ണം തുടരെ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ തീരദേശങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ശക്തമായ രീതിയിൽ വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആവർത്തിച്ചു വരുന്ന കടൽ പിൻവാങ്ങലുകളും തിരിച്ചുവരലുകളും കടൽ തീരത്തുണ്ടാകുന്ന കൂട്ടമായ സമുദ്രജീവജാലങ്ങളുടെ ചത്തടിയലും എല്ലാം വരാൻ പോകുന്ന വൻവിപത്തിൻ്റെ സൂചനയാണ്. തീർച്ചയായും ജലം മൂലം കേരളത്തിൽ അപകടം 2025 ഉണ്ടാകും. കടലിൽ നിന്നും കടലാക്രമണം മൂലം തൃശ്ശൂർ മുതൽ തെക്കോട്ട് 3 ജില്ലകളിൽ തീരപ്രദേശത്ത് കെട്ടിനിൽക്കുന്ന ജലത്തിൻ്റെ പെട്ടെന്നുള്ള പ്രവാഹം കാരണം വയനാട് ഒഴിച്ചുള്ള മറ്റു ജില്ലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. കനത്ത മഴയും മണ്ണിടിച്ചിലും എല്ലാ ജില്ലകളിലും നാശനഷ്ടം ഉണ്ടാക്കും. വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അപകടങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് വിശകലനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കഴിഞ്ഞ വർഷം 2024 ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടായ കനത്ത മഞ്ഞുവീഴ്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൗദി അറേബ്യയിൽ ഉണ്ടാക്കി. അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഉഷ്ണമരുഭൂമി പ്രദേശമായ സൗദി അറേബ്യയിൽ ആഗസ്റ്റ് 2024 ഉണ്ടായ വെള്ളപ്പൊക്കവും അതിനുശേഷം 2025 ജനുവരിയിൽ വന്ന വെള്ളപ്പൊക്കവും ശക്തിയിലും അളവിലും കൂടിക്കൂടി വരുന്നതായി കാണുന്നു. സഹാറ മരുഭൂമിയിൽ ആഗസ്റ്റ് മാസം 2025 പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട തടാകങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പാകിസ്ഥാനിലാകട്ടെ 400-500 മീറ്റർ വീതിയുള്ള വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ എന്നുള്ളതിൽ നിന്ന് മാറി എപ്പോഴും എന്നുള്ള നിലയിലേക്ക് വന്നു. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ലോസ് ആഞ്ചൽസ് ആൾക്കാർക്ക് സുഖകരമായി താമസിക്കാൻ പറ്റിയ കാലാവസ്ഥയുള്ള ഇടമാണ്. പല ഭാഗത്തും അമിതമായ ജലത്തിൻ്റെ ചൂഷണം മൂലം ഭൂഗർഭജലം വളരെ താഴുകയും മരങ്ങൾക്ക് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. മരങ്ങൾ അങ്ങനെ ഉണങ്ങി നശിക്കുന്ന അവസ്ഥയിൽ ആയി. താപനില കൂടിയതോടുകൂടി അത് ശക്തമായ കാറ്റിന് കാരണമായി. ശക്തമായ കാറ്റ് തീ അണയ്ക്കുന്നതിൽ നിന്നും വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ തീപിടുത്തം പെട്ടെന്ന് പടർന്നു പിടിച്ചു. വലിയ ധനികർ താമസിക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരുടെ വീടുകൾ മൊത്തമായി കത്തി നശിച്ചു. രാഷ്ട്രത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ വീട് കൂടി ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് നാം ഓർക്കണം. വലിയ കഴിവുകൾ ഉള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ടെക്നോളജിയിലായാലും മറ്റെന്തിലായാലും അവർ മുന്നിൽ തന്നെയാണ്. തീ അണയ്ക്കാൻ പറ്റാത്തത് അവരുടെ നിസ്സഹായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ. പ്രകൃതി എപ്പോഴും മനുഷ്യനേക്കാൾ വലുത് തന്നെയാണ്.